ഹായ് ഗൈസ്, എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഒരു ബെസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല കേട്ടോ. അവർ നല്ല ഫ്രണ്ട്സാണ്. അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. നമ്മളതിനകത്ത് അവർ ഇടപെടുകയോ ചെയ്യരുത്. നമ്മളതിനകത്ത് ഇടപെടുകയോ ചെയ്യരുത്. അവർ വെറും ഫ്രണ്ട്സാണ്. അവരെ നന്നായിട്ട് കെയർ ചെയ്യുക. കുറച്ച് ആസിഡ് വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, അവരെ നമ്മൾ കെയർ ചെയ്യുക. അവർ ജസ്റ്റ് ഫ്രണ്ട്സാണ്. നമ്മൾ അത്രയൊക്കെ ചെയ്താൽ മതി. ഓക്കെ. ഹലോ, ഉണ്ണിടച്ചനല്ലേ? അതേ, ഉണ്ണിടച്ചനാണ്. ഇത് പോലീസിൽ നിന്നാണ്. താങ്കളുടെ മകന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എൻ്റെ മോന് വല്ലതും പറ്റിയോ? എന്നിട്ട് കാർ മുഴുവൻ തകർന്നു പോയി. റോഡ് നിറയെ പെട്രോളാണ്. ഡോറൊക്കെ ഇളകിപ്പോയി. ആ കാർ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹാവൂ, എൻ്റെ മോൻ ബൈക്കിലാണ് പോയത്. ഈ സ്കൂൾ ഈസ് നോട്ട് അബൌട്ട് കാർസ്. മോനെ ഉണ്ണി. ഹായ് ഗൈസ്, എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഒരു ബെസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ലേറ്റായിട്ടാണ് ഞാൻ അവർ തമ്മിലുള്ള അവിഹിതം മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ അവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി. കുറച്ച് കഷ്ടപ്പെട്ടു എനിക്ക് അവരെ ഒഴിവാക്കാനായിട്ട്. പക്ഷേ ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഒഴിഞ്ഞ പറമ്പ് തന്നെ ഒഴിവാക്കാൻ തിരഞ്ഞെടുക്കുക. ഹായ് ഗൈസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങളായി കണ്ടുവരുന്ന ഒരു വാക്കാണ് ബെസ്റ്റി. ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടുകാരായിരുന്നാൽ അപ്പോൾ അവർ പറയും ബെസ്റ്റികളാണ്. എന്താ, ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ബെസ്റ്റികളായിട്ടിരുന്നൂടെ? അവർ സുഹൃത്തുക്കളായിരുന്നൂടെ? അവരെ തമ്മിൽ കഥകൾ പറഞ്ഞുണ്ടാക്കുക, അവർ ബെസ്റ്റികളാണെന്ന് പറയുക, റിലേഷൻ ഉള്ളപ്പോൾ ബെസ്റ്റിയുടെ കൂടെ പോയി എന്ന് പറയുക. വളരെ മോശമാണ് ഇതൊക്കെ. എൻ്റെ കാമുക്ക് ഒരു ബെസ്റ്റി ഉണ്ട്. എനിക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല. അവൾ എപ്പോഴും അവനെപ്പറ്റി പറയാറുണ്ട്, അവൻ്റെ കളിയും ചിരിയും തമാശയൊക്കെ. ഞാൻ എല്ലാവരും കൂൾ മൈൻഡിലാണ് എടുക്കുന്നത്. ഞങ്ങൾ തമ്മിൽ അവൻ്റെ പേരിൽ അടിവരുണ്ടാക്കാറുണ്ട്. എനിക്ക് പക്ഷേ അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇന്ന് ഞാൻ അവനെ ആദ്യമായി കാണാൻ പോവുകയാണ്. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല, അവനെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ എന്തായാലും അവനെ കാണും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ അവരെ വെറുതെ വിടുക. അവർ ഫ്രീ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കട്ടെ. കുറച്ച് ആസിഡ് വേണമായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും അവരെ കെയർ ചെയ്യുക, അവരെ കൂട്ടുകാരായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ വെക്കുക. അല്ലാതെ നിങ്ങളതിനകത്ത് യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്. ഓക്കെ. ഹലോ, നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നീ ആരാണെന്നോ, നീ എവിടാണെന്നോ, നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. നിനക്ക് പണമാണ് വേണ്ടെങ്കിൽ അതെൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ആകെയുള്ളത് കുറച്ച് സ്കിൽസാണ്. എൻ്റെ നീണ്ട കരിയറിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ സ്കിൽസ്. നീ എൻ്റെ മകനെ ഇപ്പോൾ വിടുകയാണെങ്കിൽ നിൻ്റെ പുറകെ ഞാൻ വരില്ല. പക്ഷെ നീ വിട്ടില്ലെങ്കിൽ നീ എവിടാണേലും നിന്നെ കണ്ടുപിടിക്കും, നിന്നെ ഞാൻ കൊല്ലും. ആളെ കൊന്നുകൊള്ളാൻ എനിക്കൊരു മടിയുമില്ല. ഡാടാ, നീ എങ്ങോട്ടേക്ക് കയറി പോണേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. പോലീസ് സ്റ്റേഷനാ? എൻ്റെ മോനെ ചെക്കിങ്ങിന് പിടിച്ച്. അവൻ്റെ ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല. മര്യാദയ്ക്ക് 50,000 രൂപ ഫൈൻ അടച്ചിട്ട് അവനെ വിളിച്ചോണ്ട് പോക്കോ. പിന്നെ അച്ഛനൊന്നും ഇവിടം വരെ വരണം. എൻ്റെ പൊന്നു സാറേ, ഞാൻ വെറുതെ പറഞ്ഞ. എനിക്കങ്ങനെ ധൈര്യമൊന്നുമില്ല. ഞാൻ ഒരു ധൈര്യമില്ലാത്തനാ. അച്ഛനെ ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട്. 18-ാം വയസ്സിൽ അച്ഛൻ മരിച്ചിട്ട് ഒരു പ്രവാസിയാകേണ്ടി വന്നു. ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് വിമാനം കയറിയത്. വിദ്യാഭ്യാസം കുറവായിരുന്നതിനാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. കൂലിപ്പണിയും ചുമടെടുപ്പും എല്ലാം ചെയ്യേണ്ടി വന്നു. ഹലോ അമ്മേ. മക്കളെ, എങ്ങനെയുണ്ടോ അതിൻ്റെ ജോലിയൊക്കെ? എനിക്കിവിടെ സുഖമാണ്, നല്ല ജോലിയാണ്. എപ്പോഴും AC-ക്കകത്തൊരു റൂമിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. നന്നായിരിക്കട്ടെ. വീട് പണയപ്പെടുത്തിയാണ് ഇങ്ങോട്ട് വന്നത്. ചേട്ടാ, എൻ്റെ കോളേജ് ഫീസ് ഞാൻ ഇപ്പം തന്നെ അയച്ചേക്കാവേ. പിന്നെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഹലോ മോനെ, ലോണിൻ്റെ കാശ്? അമ്മ ഞാനിപ്പോൾ തന്നെ അയച്ചേക്കാവേ. മോനെ, ചിട്ടിയുടെ കാശ്? ഞാനിപ്പോൾ തന്നെ അയക്കാം. നിന്റെ പെങ്ങളുടെ കല്യാണത്തിനുള്ള കാശ്? 15 വർഷങ്ങൾക്ക് ശേഷം. അളിയ, നാട്ടിൽ പോവല്ലേ? ഇതെന്റെ വീട്ടിലോട്ടൊന്ന് കൊടുത്തരും കേട്ടോ. എന്നാ ഇനി തിരിച്ചു വരുന്നത്? ഞാനിനി എന്തായാലും തിരിച്ചു വരത്തില്ല. 10-15 കൊല്ലമായില്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ബാധ്യതകളെല്ലാം കഴിഞ്ഞ്, പെങ്ങളെ കെട്ടിച്ചു വിട്ടു, അനിയന്റെ പഠിത്തം എല്ലാം കഴിഞ്ഞു. നാട്ടിൽ പോയിട്ട് വേണം എനിക്കൊരു പെണ്ണ് കെട്ടി സെറ്റിൽ ആകാനായിട്ട്. നീ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. നാളെ രാവിലെയാ ഫ്ലൈറ്റ്. നീ എന്നെ ഒന്ന് വിളിച്ചേക്കണം. എന്നെ ഒന്ന് എയർപോർട്ടിലോട്ട് ഡ്രോപ്പും ചെയ്തു തരണം കേട്ടോ. അളിയാ, എഴുന്നേക്ക്, പോകണ്ടേ, ഫ്ലൈറ്റ് മിസ്സാവും. അളിയ കളിക്കുന്ന നീ എഴുന്നേക്ക്. എന്റെ വീട്ടിൽ ഇന്നപ്പോഴും ആരും കൊണ്ട് കൊടുക്കും. നിനക്ക് എന്തരടാ? നീ ചത്തില്ലായിരുന്നു? ദൈവമുണ്ട്. സൈക്കിൾ പ്യൂർ അഗർബത്തികൾ